അത് 5.8 കോടി ഡോളറാണ് ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നതിനായിട്ട് പാരിതോഷികമായിട്ട് അതൊരു നിയമനിർമ്മാണമായിട്ട് ഇറാൻ പാർലമെന്റ് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഡൊണാൾഡ് ട്രംപിന് ഇതാദ്യമായിട്ട് യു എസ് സെനറ്റിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു വാർത്തയും വരികയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള യു എസ് സെനറ്റിൽ 4 ഭരണകക്ഷി സെനറ്റർമാർ അവരുടെ പാർട്ടി ലൈൻ ലംഘിച്ച് ഈ യുദ്ധം കൂടുതൽ അധികാരം പ്രസിഡന്റ് നൽകുന്ന ആ പ്രമേയത്തെ അനുകൂലിച്ചതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയായിരിക്കുന്നത്. അതായത് യു എസ് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി ഇല്ലാതെ ഇറാന് മേൽ തുടർച്ചയായി സൈനിക ആക്രമണങ്ങൾ നടത്തുവാൻ യു എസ് പ്രസിഡന്റിന് അധികാരം നൽകില്ലെന്നാണ് സെനറ്റർ ടിം കെയ്ൻ ആണ് ഈ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: പ്രമേയം യു എസ് ജനപ്രതിനിധി സഭ കൂടി പാസാക്കിയാലും ഒരുപക്ഷെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത് വീറ്റോ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇറാൻ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കാനും ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ സമ്മർദ്ദം ചെലുത്തുവാനും ഒക്കെ ഇത് വലിയ പങ്ക് വഹിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. 47-നെതിരെ 50 വോട്ടുകൾക്കാണ് ഇത് പാസ്സായത്. ഇതിനു മുമ്പ് ഓർക്കണം 7 തവണ ഡെമോക്രാറ്റുകൾ ഈ പ്രമേയം കൊണ്ടുവന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ശീതയുദ്ധ കാലത്തെ പ്രശസ്തമായ ഡോമിനോ സിദ്ധാന്തം വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. യു എസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇറാന്റെ ആണവ മോഹങ്ങളെ ചെറുത്തില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മറ്റ് രാജ്യങ്ങളെയും ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നും അത് ലോകത്തെ ആകെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നാണ് JD വാൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കൻ ഭരണാധികാരികൾ വ്യാപകമായി ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഡൊമിനോ സിദ്ധാന്തം. അതായത് ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് മാറിയാൽ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളും ഈ ഡോമിനോ കട്ടകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി കമ്മ്യൂണിസത്തിലേക്ക് വീഴുമെന്നായിരുന്നു അക്കാലത്തെ യു എസ് വാദം. ഈ കമ്മ്യൂണിസത്തിന്റെ ഈ വ്യാപനം തടയാൻ വേണ്ടിയാണ് അന്ന് അമേരിക്ക വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്തിയത്. അതേ തന്ത്രമാണ് ഇപ്പോൾ ഇറാന്റെ ആണവ മോഹങ്ങൾ പ്രതിരോധിക്കുവാൻ യു എസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെക്കുന്നത്. ഇറാൻ ആണവ ശക്തിയായാൽ സൗദി അറേബ്യ, തുർക്കി, അങ്ങനെ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളും സുരക്ഷ മുൻനിർത്തി ആണവായുധങ്ങളിലേക്ക് തിരിയുമെന്നും അത് ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് JD വാൻസ് വിലയിരുത്തുന്നത്.